ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തലതെറിച്ച തള്ളയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. തലതെറിച്ച തള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് എന്തൊരു വർത്താനായി പറയുന്നതെന്ന്. പറയാതിരിക്കാൻ മേല. ഒന്ന് കെട്ടി, രണ്ട് കെട്ടി, മൂന്നാമത് കെട്ടാത്ത ഒരുത്തൻ്റെ കൂടെ പോയി. അങ്ങനെ ഒരു തള്ള പിന്നെ എന്തു പറയണം? ഈ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തള്ളേനെ തിരക്കിക്കൊണ്ട് മകൻ മൂന്നാമത് പോയവന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ തള്ളയ്ക്ക് മകനെ വേണ്ട. ആദ്യം വീഡിയോ കാണാം. ഇപ്പൊ കൈ പിടിച്ചുള്ളൂ. ഞാൻ ഉറപ്പായി പെട്രോൾ ഞാൻ മരിക്കും. ഞാൻ മരിക്കും. കൈ ഞാൻ മുറിച്ച എന്റെ മോരായ പോവില്ല. എനിക്ക് ആരും എന്റെ മോരായ പോവില്ല. എന്നോട് എന്നെ ആദ്യത്തെ കെട്ടിനുള്ള മകനാണ്. അപ്പന് ജോലി അത് എന്നോട് കൂടി മോള അവരുടെ മോള ഇപ്പൊ പറഞ്ഞ സാർ വേണ്ടാന്നില്ല സാർ. ഇപ്പൊ പറഞ്ഞ കൂടി രണ്ടാമത്തെ എന്നോ മൂന്നാമത് എന്നോ കൂടി ഇരിക്കുകയാണ്. കണ്ടോ ഇപ്പൊ ആരുമില്ല. എന്റെ അമ്മ പോലെ പോയിട്ടുണ്ട്. അച്ഛനാണ് ഹാർട്ടിലേതായിട്ട് മറ്റേ ചുമക്കി അടിച്ചടിച്ച് തന്നെ തീർന്നിരിക്കുക. ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. ഞാൻ എന്തെയൊക്കെ കാണിച്ചു കൂട്ടും. എന്റെ അമ്മ ഒരാൾ ഊവരെയാണ്. അമ്മ എന്റെ കൂടെ വന്നാൽ ഞാൻ 4 ദിവസം എന്നാലാ കടന്നു തുടങ്ങുക. എനിക്ക് പറ്റിയാൽ എനിക്ക് അമ്മ വന്നില്ല. വിളിക്കുക അവിടെ വെച്ച് സംസാരിക്കുക. എനിക്ക് വേറെ ആരുമില്ല. നീ ഇപ്പൊ ഇതൊക്കെ പരിഹരിക്കാൻ സമയമുണ്ടോ? ഇവിടെ പോലീസുകാരുടെ സാന്നിധ്യമുണ്ട്. പോലീസുകാർ എന്തിനാ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മകനെ അനുനയിപ്പിച്ചുകൊണ്ട് പോകാനാണ്. മകൻ അവിടെ ചെയ്തിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അമ്മയെ കൂട്ടിയേ പോകാൻ പറ്റുള്ളൂ, അമ്മയില്ലാതെ പോകത്തില്ല എന്നും പറഞ്ഞ് കൈ മുറിച്ച് സൂയിസൈഡ് അറ്റംപ്റ്റും കൂടെ ചെയ്തിരിക്കുകയാണ്. എന്താ അല്ലേ, ഇങ്ങനെയൊരു തലതെറിച്ച തള്ളമാരുണ്ടെങ്കിൽ എന്തൊരവസ്ഥയല്ലേ. സാധാരണ തലതെറിച്ച പിള്ളേർ അല്ലെങ്കിൽ തലതെറിച്ച തന്താന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? തലതെറിച്ച തള്ള എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ഒരു കുടുംബം അല്ലെങ്കിൽ കുടുംബ മഹിമ അല്ലെ ബന്ധങ്ങളുടെ വില എന്നാന്ന് അറിയാത്ത ഏതോ ഒരു കുലസ്ത്രീയെയാണ് നമ്മളിവിടെ കാണുന്നത്. സാധാരണ സ്ത്രീ എന്ന് പറയുമ്പോൾ അമ്മയാണ്, മാതൃത്വം, മാതൃത്വം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ ഇവരുടെ ഈ കാട്ടായം കാണുമ്പോൾ നമുക്ക് പറയാനായിട്ട് നാവിൽ വരുന്നത് സരസ്വതിയല്ല, പകരം നല്ല പച്ച തെറിയാണ് വരുന്നത്. പക്ഷെ ഇവിടെ പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തെറിയായിട്ടൊന്നും പറയുന്നില്ല. ഇങ്ങനെയുള്ള പന്ന മക്കളെയൊക്കെ, പന്ന തള്ളമാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ഇവരിനിയിപ്പം നാളെ ആ ചാടിപ്പോയ മൂന്നാമത് ഒരുത്തൻ്റെ കൂടെ പോയല്ലോ, ആ വേട്ടവളിയൻ്റെ അടുത്തുനിന്ന് ചാടിപ്പോകത്തില്ലെന്ന് ആരാ പറഞ്ഞേ? ഇതിങ്ങനെ വാടക വീട് മാറി കയറുന്ന പോലത്തെ അവസ്ഥയാണ്. വീട് മാറി കയറി പോകുന്ന ഒരു അവസ്ഥയാണ്. സ്വന്തമായിട്ട് ഊരും കൂടിയില്ല, കാണുന്നവൻ്റെ എല്ലാം പുറകെ പോകുന്ന ഒരു കൊടിച്ചിപ്പട്ടിയുടെ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പട്ടിയുടെ ഒരു രീതി എങ്ങനെയാണ്? പട്ടി അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളുടെ രീതി എന്ന് പറയുമ്പോഴത്തേക്കും ഇണകളെ മാറി പരീക്ഷിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. സാധാരണ മനുഷ്യന്മാരുടെ ഇടയിൽ ഇതിനെയൊക്കെ എന്താ പറയണ്ടേ, ഈ കള്ളവെടി വെക്കാൻ പോവാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ തന്നെ വേണേ പറയാം. ചാടി ഓരോ പുരുഷന്മാരുടെ ജീവിതം തകർത്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ്. എത്രയോ നല്ല അമ്മമാർ, എത്രയോ നല്ല സ്ത്രീകൾ വസിക്കുന്ന നമ്മുടെ നാട്ടിലാണ് ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത്. അതും പെറ്റ സ്വന്തം മകനെ ഉപേക്ഷിച്ച് ആ മകൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് കേണപേക്ഷിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ആ മകന്റെ അവസ്ഥ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം കണ്ടപ്പോൾ വിഷമം തോന്നി. പോലീസുകാരാണെങ്കിലും അനുനയിപ്പിച്ച് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. കാരണം ആ വീട്ടിലൊരു പ്രത്യേക അവസ്ഥയാണ്. അവിടുത്തെ വിഷയം, ആ സീൻ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ കൈ മുറിച്ച് നിൽക്കുകയാണ്. അവൻ ആ ബ്ലഡ് ലോസ് ആയിട്ട് ആ ചെറുക്കന് വല്ലതും പറ്റിയായിരുന്നെങ്കിൽ അതിനാരും ഉത്തരവാദിത്തം പറയും. ആ തള്ളയുടെ ഒരു ലെവലൊക്കെ കണ്ടിട്ട് പ്രത്യേകിച്ച് മകനെ വലിയ താല്പര്യമോ കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും കാണുമ്പം തന്നെ കൂടെ ആ വിളിച്ചോണ്ട് പോയ ആ ഒരു പരനാറി എന്ന് തന്നെ പറയാം. എൻ്റെ വായിക്കകത്ത് വേറെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. നമുക്ക് രോഷപ്രകടനം നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ഇത് കാണുന്നില്ല. അതുകൊണ്ടാണ് എന്താണെങ്കിലും ആ ഒരു ചെയ്തി, ആ ഒരു മകനുണ്ടാക്കിയ വേദന എന്താണെങ്കിലും കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും. ഏതൊരു
മനുഷ്യപ്പറ്റുള്ള ഒരാൾക്കും ആ ഒരു വീഡിയോ ദൃശ്യം കാണുമ്പോഴത്തേക്കും മനസ്സിലൊരല്പം വിങ്ങലുണ്ടാവും. കാരണം ഈ പന്ന മോള് ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പം തകരുന്നത് ഒരു ചെറിയ വളർന്നു വരുന്ന ഒരു പയ്യന്റെ മനസ്സ് തകർക്കുകയാണ്. അവൻ ഇപ്പൊ തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം അവൻ എന്താകും അതിന്റെ അവസ്ഥ എന്നറിയത്തില്ല. പക്ഷെ തള്ളയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് തള്ള ഇറങ്ങിപ്പോയി. ഇനിയിപ്പോ അവിടുന്നും ചാടും അടുത്തവൻ. അല്ല എന്നാ പറയുന്നത്, പുളിങ്കൊമ്പെന്നല്ല അതിനൊക്കെ പറയുന്നേ, വേറെ എന്തെങ്കിലും കൊമ്പ് കണ്ട് ചാടുന്നതാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എന്തായാലും കാണുമ്പോൾ തന്നെ നമുക്കത് ഒരു സങ്കടമാണ്, ഭയങ്കരമായ സങ്കടം ആണ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും. കാരണം നമ്മളൊക്കെ ഒരു കുടുംബത്തിൽ വളർന്ന് നമുക്ക് ആ മനുഷ്യബന്ധങ്ങൾ എന്താണ്, മാതൃത്വം, മക്കൾ, അമ്മ, സ്നേഹബന്ധം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഏതോ വീട്ടിൽ ജനിച്ച ഒരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ഇത് എവിടെയോ വേറെ ഏതോ ഗ്രഹത്തിൽ ജനിച്ചു വളർന്നു വന്നിട്ടുള്ള ഒരു സ്ത്രീയെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിനെ സ്ത്രീ എന്ന് പറയണോ അതോ വേറെ ഏതെങ്കിലും ഭാഷ പറയണോ എന്നറിയത്തില്ല. എന്തായാലും ആ ഒരു മകന്റെ ഒപ്പം നിൽക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഭൂരിപക്ഷം ആളുകളും 100% ആളുകളും മകന്റെ ഒപ്പം തന്നെ നിൽക്കാനാണ് കാണുന്നത്. കാരണം ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് കേഴുന്ന ഒരു മകനെയാണ് കാണുന്നത്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരു സീന് രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയില് മമ്മൂക്കയുടെ ചെറിയ പ്രായത്തിൽ ആ മാണിക്യത്തിന്റെ അമ്മ മറ്റൊരാളെ വിവാഹം കഴിച്ചു പോകുമ്പോൾ ആ മകനുണ്ടാകുന്ന വേദനയും കാര്യങ്ങളും എല്ലാം എന്താണ് നമ്മൾ ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായതാണ്. പക്ഷെ ഇവിടെ റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ ശരിയാണ്, മറ്റേത് നമുക്ക് സിനിമയായിട്ട് കാണാം. പക്ഷെ അതേ സംഭവം ഇവിടെ റിയൽ ലൈഫിൽ ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കത് കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഉള്ളിലെ വേദനയാണ് ഞാൻ ആലോചിക്കുന്നത്. ആർക്കും ഇങ്ങനെ പറ്റാതിരിക്കട്ടെ. അബദ്ധം എന്നല്ല, ഒരു കുടുംബമൊക്കെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുന്നത്, എളുപ്പമല്ല, പാടുള്ള കാര്യമാണ്. പക്ഷെ അത് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ അമ്മമാരെടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പന്മാരുടെ എഫേർട്ടും ഉണ്ട്. പക്ഷെ എങ്കിലും വീട്ടിലിരുന്ന് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ക്രോഡീകരിച്ചു കൊണ്ടുപോകാൻ അമ്മമാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ അഴിച്ചുവിട്ട പാട്ടിയെ പോലെ ഓടി നടന്ന് കാണുന്ന കൊമ്പയിലെല്ലാം കയറാൻ വേണ്ടി നടക്കുന്ന ഇങ്ങനെയുള്ള പന്ന സ്ത്രീകളെയൊക്കെ എന്താണ് പറയേണ്ടത്? സ്വന്തം മകൻ അവിടെ നിന്ന് തേങ്ങുകയാണ്. ആ മകന്റെ വിഷമോർത്തിട്ട് തന്നെ ഭയങ്കര സങ്കടം നമുക്ക് തോന്നുന്നു. കഷ്ടം ഈ സ്ത്രീയെ. നമ്മൾ ഈ പറയത്തില്ലേ, ഹേ സ്ത്രീയെ, നിങ്ങളൊരു സ്ത്രീയാണോ ഒരു അമ്മയാണോ? ആ മകന്റെ വേദന കാണുന്നില്ലേ? ഏതായാലും ആ വീഡിയോയിൽ നമുക്ക് മറ്റൊരു പെൺകുട്ടിയെയും കൂടെ കാണാം. പാവം, അതിന്റെ അവസ്ഥ എന്താവുമെന്ന് പോലും അറിയത്തില്ല. ഈ മകൻ ഏകദേശം 1-ാം ഭർത്താവിന്റെ കൂടെ ഇവരുണ്ടായിരുന്നപ്പോൾ ഉള്ള മകനാണ്. പക്ഷെ അമ്മയ്ക്ക് മകനെ വേണ്ട എങ്കിൽ പോലും മകൻ അമ്മയെ വേണം. അതാണ് നമ്മൾ അവിടെ കാണുന്ന ഒരു കാഴ്ച. എന്താണെങ്കിലും ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് ആ ഒരു മകൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ ഇങ്ങനെ ഒരു കാര്യം അറിയാൻ പറ്റി. പക്ഷെ ഇതായിരിക്കത്തില്ല, ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറമുള്ള പല സംഭവങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ടാവും. പക്ഷെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ഒരു നല്ല അതായത് ഒരു അല്പമെങ്കിലും മനുഷ്യപ്പറ്റ് അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഏതവനാണേലും അറിയാതെ ഇത് കണ്ടുപോകുമ്പം ചിലപ്പോൾ കണ്ണ് നിറഞ്ഞെന്ന് വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ ഒരു സിറ്റുവേഷൻ. ആ പയ്യൻ അതിൽ നിന്നും എങ്ങനെയും ഒന്ന് തിരിച്ചു കയറുകയാണ്. കാരണം അവന് കൂടെ വേറെ ആരും ഉണ്ടാകത്തില്ല. അവൻ്റെ അമ്മയോടാണ് കൂടുതൽ സ്നേഹമുള്ളത്. ആ അമ്മയാണ് അവനോട് ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുന്നത്. എന്താ അല്ലേ, കാലം അവന് വേണ്ടി കാത്തുവെച്ചത് ഇങ്ങനത്തെ ഒരു വിധിയായി പോയല്ലോ എന്നോർക്കുമ്പോൾ എനിക്കും സങ്കടം. കാരണം ഞാനും ഒരു മകനാണ്, എനിക്കും അമ്മയുണ്ട്. അമ്മ മകൻ ബന്ധം എന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കൂടുതലൊന്നും പറയാനില്ല.